ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ മറ്റൊരു പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. അത് കുറച്ചും കൂടെ പ്രൈസ് കൂടിയ ഡിവൈസാണ്. വൺ പ്ലസിൻ്റെ 10R എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസ് കുറച്ച് നാൾ മുമ്പേ ഇറങ്ങിയത്. ഇൻഫാക്ട് വൺ പ്ലസ് C2 ലൈറ്റിൻ്റെ കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഡിവൈസാണ്. 38,999 ഇതിൻ്റെ ബേസ് വേരിയൻ്റെ വില. 42,999 വേറൊരു വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് 43,999 അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിമെൻസിറ്റി 8100 മാക്സ് ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ചിപ്പാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതേപോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വൺ പ്ലസ് 10R ഇത് 5G ഡിവൈസാണ്. ഒബിയസ്ലി വൺ പ്ലസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും എല്ലാം തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് 10R അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് എവിടെയും തന്നെ ഇല്ല, 10R എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്കിവിടെ സൈഡിൽ വൺ പ്ലസിൻ്റെ ലോഗോ കാണാം ആസ് യൂഷ്വൽ. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് പ്രൈസിങ് മാത്രമേ എഴുതുന്നില്ല. 43,999 ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിങ്. അതിനെയാണ് ഇതിൻ്റെ പ്രൈസിങ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12GB റാമും 256GB സ്റ്റോറേജുമാണ്. ഇതിനകത്ത് 2 ചാർജിങ് വേരിയൻ്റ് ഉള്ളത്. ഇത് 150 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ഇതേപോലെ തന്നെ 12GB റാമും 256GB സ്റ്റോറേജിലും 80 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് 42,999. പിന്നെ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 128GB സ്റ്റോറേജാണ് വരുന്നത്. അതും 80 വാട്ട് ചാർജിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 3 വേരിയൻ്റാണ്. 2 കളറാണ്, സിയറ ബ്ലാക്കും ഫോറസ്റ്റ് ഗ്രീനും. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളറാണ്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി രീതി ചെയ്യണം. സാർ വാല്യൂ ഇൻട്രസ്റ്റ് ആയിട്ട് 0.95 ഹെഡ് സാറും 0.96 ബോഡി സാറുമാണ്. പിന്നെ 186 ഗ്രാംസ് ആണ് വെയിറ്റ് വരുന്നത്. അറൗണ്ട് 7.5 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നല്ലതാണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ കിട്ടുന്ന ഒരു ഡിവൈസാണ്. 7.5 mm എന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നുമില്ല. അതേപോലെ 186 ഗ്രാംസും നല്ലതാണ്. കാരണം കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ ഡിവൈസാന്ന് പറയാം. 200 ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് സൈഡിൽ വൺ പ്ലസ് 10R 5G എഴുതിയതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സ്മോളർ ബോക്സാണ്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ആസ് യൂഷ്വൽ കേസ് ആയിരിക്കാനാണ് ചാൻസ്. അതെ, നമുക്ക് നല്ലൊരു കേസാണ് കിട്ടുന്നത്. നല്ലൊരു TPU കേസാണ്. ബ്ലാക്ക് കളർ TPU കേസാണ്. കണ്ടില്ലേ ഡിവൈസിൻ്റെ. ഇത് കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ നല്ലൊരു നമ്മൾ സാധാരണ ഒരു ട്രാൻസ്പാരൻറ്റ് TPU കേസിന് പകരം ഇതൊരു നല്ല കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. കണ്ടില്ലേ സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ നെവർ സെറ്റിൽ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ, അതേപോലെ റെഡ് ക്ലബ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പും പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സുമാണ് വരുന്നത്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. ഇതിനകത്ത് സിം ട്രേയിൽ SD കാർഡ് സപ്പോർട്ട് ഇല്ല. അത് ഒബ്വിയസ്ലി എല്ലാ വൺ പ്ലസ് ഡിവൈസും പോലെ തന്നെ ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരാം. ബാക്കി വരുന്ന ഒരു കേബിളാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് വൺ പ്ലസിൻ്റെ റെഡ് കേബിളാണ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 150 വാട്ട് അഡാപ്റ്ററാണ്. കണ്ടില്ലേ, ഇൻഫാക്റ്റ് ഇതിൽ 160 എഴുതിയിരിക്കുന്നത്, 150 ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. USB Type-C പോർട്ടാണ് വരുന്നത്. ഒരു വലിയ ചാർജിങ് ബ്രിക്കാണ്. കണ്ടില്ലേ, ഭയങ്കര വലിയ ചാർജിങ് ബ്രിക്കാണ്. സൂപ്പർ വൂക്കാണ് വരുന്നത്. സൂപ്പർ വൂക്ക് 150 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചാർജർ. നല്ലൊരു ഹെവി ചാർജറും കൂടിയാണ്. ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്യണം. ബൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി പറയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറും ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡും അതേപോലെ നമുക്കൊരു മാക്രോ സെൻസറുമാണ്. ഇത് സോണീൻ്റെ IMX766 സെൻസറാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാം. കണ്ടില്ലേ, ഒരു പാറ്റേൺ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു പ്ലെയിൻ മാറ്റ് ഫിനിഷാണ്. വൺ പ്ലസിൻ്റെ ലോഗോ കാണാം. പിന്നെ ഈ ക്യാമറ യൂണിറ്റ് കുറച്ചൊരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. എങ്കിലും വലിയൊരു ഇതൊന്നുമില്ല. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഒന്നും കുഴപ്പമില്ല. ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്. പക്ഷേ ഈ ഡിസൈൻ നമ്മൾ പടത്തിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കാരണം നമ്മൾ ഇമേജസിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് ആണ്. പിന്നെ സൈഡ് മൊത്തം ഫ്ലാറ്റ് പാനലാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടനാണ് വരുന്നത് റൈറ്റ് സൈഡിൽ. ബോട്ടം സെക്ഷനിൽ നമുക്ക് സിം ട്രേയും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കർ കീസാണ് വരുന്നത്. ഇതിനകത്ത് അലേർട്ട് സ്ലൈഡർ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ വൺ പ്ലസിൻ്റെ പ്രീമിയം ഡിവൈസിൽ ആദ്യമായിട്ടാണ് അലേർട്ട് സ്ലൈഡർ ഇല്ലാതെ വരുന്നത്.
അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട് ആക്ച്വലി. ഐ മീൻ 178 grams എന്തായാലും ഉള്ളൂ. അത് കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ആസ്പെക്റ്റ് ആണ് നമുക്ക് പറയാം. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. അപ്പം ഓവറോൾ ഇൻഹാൻഡ് ഫീൽ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലതാണ്. ഡിസ്പ്ലേനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുണ്ടല്ലേ റിഫ്രഷ് റേറ്റ് 120 Hz സ്റ്റാൻഡേർഡ് 60 Hz ആണ് വരുന്നത്. ഇതാണ് റിഫ്രഷ് റേറ്റ്. AMOLED ഡിസ്പ്ലേ ആണ്, നമുക്ക് ഫ്ലൂയിഡ് AMOLED ആണ് വരുന്നത്. പിന്നെ നമുക്ക് റെഗുലറായി ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. HDR10 സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക sRGB കളർ ഗ്യാമത്ത് ഉണ്ട്. അങ്ങനത്തെ ഡിസ്പ്ലേയിൽ വേണ്ട നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് തന്നെ OnePlus ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടച്ച് റെസ്പോൺസ് കൊണ്ട് അതേപോലെ നല്ല സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് പരാതികളോ കംപ്ലയിൻസോ ഒന്നുമില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് OnePlusൻ്റെ Oxygen OS ആണ്. എബൌട്ട് ഡിവൈസ് എടുക്കാം. ഇതുണ്ടല്ലേ ഡിവൈസ് നെയിം OnePlus Oxygen OS ആണ്. Android 12 വരുന്നുണ്ട്, നല്ല ഫീച്ചറാണ്. അപ്പോൾ ഇതാണ് Oxygen OS ഉണ്ടല്ലോ. Oxygen OS ഡീറ്റെയിൽസ് കാണാം. സ്റ്റോറേജ് 256 GB, OnePlus 10R, Dimensity 8100 Max ആണ് ചിപ്സെറ്റ് വരുന്നത്. Android 12 വേർഷനാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വേർഷൻ ഉണ്ട്. 80 watt ചാർജിങ് സപ്പോർട്ട് ചെയ്തുള്ളതുണ്ട്. പിന്നെ അതേപോലെ 150 watt ചാർജിങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് 2 വേരിയൻ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ആസ്പെക്റ്റ് പറയുക. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പേഴ്സണലൈസേഷൻ മെനു ഉണ്ട്. ഇപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയാൽ തന്നെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ വാൾപേപ്പേഴ്സ്, ക്യാൻവാസ്, തീംസ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, കളേഴ്സ് ചൂസ് ചെയ്യുക, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഈ ഭാഗത്താണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. പിന്നെ ഹൊറൈസൺ ലൈറ്റ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. എങ്കിലും ഇത് എന്താ പറയുക ഓപ്പോൻ്റെ കളർ OS ഉള്ള ഒരു Oxygen OS ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറങ്ങിയ OnePlusൻ്റെ എല്ലാ ഡിവൈസും അതാണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ലാന്ന് തോന്നി. ഇനി ക്യാമറേൻ്റെ UI പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 MP പ്രൈമറി സെൻസറാണ്. സോണി IMX766 സെൻസറാണ്. പിന്നെ f1.8 അപ്പേച്ചറും ഒരു സെക്കൻഡറി 8 MP അൾട്രാ വൈഡും ഒരു 2 MP മാക്രോ സെൻസറും 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4K ഉണ്ട്. 4K സപ്പോർട്ട് ഉണ്ട്. ഇതിനകത്ത് റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 30 FPS ഉള്ളൂ, 60 FPS ഇല്ല. 1080p റെസൊല്യൂഷനിൽ 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. പിന്നെ നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, 50 MP മോഡ്, ഡ്യുവൽ വീഡിയോ മോഡ്, മാക്രോ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം OnePlus 10R എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പായിട്ട് തോന്നി. നല്ല ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ചും അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും പറയുന്നതാണ്. എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു എന്താ പറയുക ക്യാമറ സെറ്റപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയുക നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. എങ്കിലും നമുക്ക് 150 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 80 watt ചാർജിങ് ഉള്ള ഡിവൈസിലാണെങ്കിൽ നമുക്ക് 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. 80 watt എടുക്കണമെങ്കിൽ 80 watt ചാർജിങ് ആണ് എടുക്കണമെങ്കിൽ 5000 mAh ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് 150 watt സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമുക്ക് 4500 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡഡ്. നല്ല ചാർജിങ് സ്പീഡ് ആയിരിക്കും തോന്നുന്നു. നമ്മൾ ചാർജിങ് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. 38,999 ഇതിൻ്റെ വില. OnePlusൻ്റെ ഒരു പ്രീമിയം ഡിവൈസ് OnePlus ഇപ്പോൾ അടുത്തിറങ്ങിയ OnePlus 9R കഴിഞ്ഞിട്ട് ഇറങ്ങണ വേറൊരു 10R ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം ഇതിൻ്റെ കൂടുതലുള്ള എക്സ്പീരിയൻസ് നമ്മളപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 10Rൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യാം. 3 വേരിയൻസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.